ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ദൈവവചനപ്രകാരം കാൽച്ചുവടെടുക്കുന്ന ഒരു ദൈവപൈതൽ അവൻ സഞ്ചരിക്കുന്ന വഴിയിൽ ദൈവ സാന്നിധ്യവും ദൈവഹിതവും ഉണ്ടോ എന്നുള്ള ഒരു ബോധ്യപ്പെടൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ വഴികൾ നമുക്ക് ചൊവ്വായി തോന്നുമ്പോൾ തന്നെ നാം ദൈവഹിതപ്രകാരം സഞ്ചരിക്കുന്നവരാകുന്നു എന്നുള്ള ഒരു വലിയ വിചിന്തനത്തിന് നാം വിധേയപ്പെടേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അങ്ങനെ വിചാരിക്കാതെ യാത്ര ചെയ്താൽ അതിൻ്റെ അവസാനവും മരണവഴികൾ അത്രേ. മരണവഴികൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങളിൽ, നിരാശയുടെ അടിത്തട്ടിൽ എല്ലാം തകർന്ന ഒരു അനുഭവത്തിലേക്ക് പോകുവാനിടയായിത്തീരുമെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും, നാം നിരൂപണങ്ങളിലൂടെ പ്രാവർത്തികമാക്കുന്ന ഓരോ പദ്ധതികളും ദൈവഹിതപ്രകാരമല്ല എങ്കിൽ അതൊക്കെ മരണവഴികൾക്ക് സമാനമാണ്. തകർച്ചയുടെയും ക്ഷാമത്തിൻ്റെയും രൂക്ഷമായ പ്രതിസന്ധിയിലേക്കും കാൽച്ചുവടെടുത്തു വെക്കുന്ന അനുഭവങ്ങളാകുന്നുവെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ ദൈവഹിതത്തിനായി കാത്തിരുന്നുകൊണ്ട് വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവിക വഴികളിലൂടെ സഞ്ചരിപ്പാൻ നമ്മെ ദൈവം പ്രാപ്തരാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ജനത്തെ നിന്റെ ദാസനങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.